ടു സ്റ്റുഡന്റ് ഇന്ന് നമ്മൾ കെമിസ്ട്രി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് കെമിസ്ട്രി ചാപ്റ്റർ 1 ആയിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. കെമിസ്ട്രി ചാപ്റ്റർ 1 ആയിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. സോളിഡ് സ്റ്റേറ്റ് ആയിരുന്നു. സോളിഡ് സ്റ്റേറ്റിന് ഓൾറെഡി ഒരു പാർട്ട് വീഡിയോ അപ്ലോഡഡ് ആണ്. ആൻഡ് ദിസ് ഇസ് സെക്കൻഡ് പാർട്ട്. അപ്പൊ ആദ്യത്തെ പാർട്ട് കാണാത്തവർ പോയി കാണാം, എന്നിട്ട് ഈ സെക്കൻഡ് പാർട്ട് കണ്ടാൽ മതി. ഇതിൽ നമുക്ക് കുറച്ച് ലാസ്റ്റ് സെക്ഷൻസിലേക്ക് കിടക്കാം. ഈ ചാപ്റ്ററിന്റെ അവസാന ഭാഗങ്ങളിലേക്കൊക്കെയാണ് ഇത് കിടക്കുന്നത്. സോ ആദ്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് പാക്കിംഗ് എഫിഷ്യൻസി എന്താണ് എന്നുള്ളതാണ്. ഓക്കെ, ഒരു പാക്കിംഗ് എഫിഷ്യൻസി ഒരു ലിറ്റർ വെള്ളം കൊള്ളുന്ന വാട്ടർ ബോട്ടിൽ. ഓക്കെ, ആ വാട്ടർ ബോട്ടിലിനകത്ത് എത്ര വെള്ളം കൊള്ളുള്ളൂ? 1 ലിറ്റർ അല്ലേ കൊള്ളുള്ളൂ. അപ്പൊ അതിന്റെ പാക്കിംഗ് എഫിഷ്യൻസി എത്രയാണ്? 1 ലിറ്റർ ആണ്. മനസ്സിലായില്ലേ? അത് നമ്മുടെ സാധാ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കോൺസെപ്റ്റ് പറഞ്ഞാണ്. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പെർസെന്റേജ് ഓഫ് ടോട്ടൽ സ്പേസ് ഫിൽഡ് ബൈ പാർട്ടിക്കിൾസ്. അതായത് ഒരു സംഭവത്തിൽ എത്രത്തോളം സ്പേസ് പാർട്ടിക്കിൾസ് വെച്ച് ഫില്ല് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമുക്കിപ്പോ സിമ്പിൾ ക്യൂബിക്കിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ സിമ്പിൾ ക്യൂബിക്കിന് ഒരു പാക്കിംഗ് എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ ഒരു ഫോർമുല ഉണ്ട്. അതേപോലെ തന്നെ വേറെ നമ്മുടെ CCP ക്യൂബിക് ക്ലോസ് പാക്കിങ്ങും ഹെക്സാഗണൽ ക്ലോസ് പാക്കിങ്ങിനും വേറെ ഇക്വേഷൻ ആണ്. അങ്ങനെ ഒന്ന് പിന്നെ ബോഡി സെന്റേർഡിന് വേറെയാണ്. ഓക്കെ, 3 എണ്ണത്തിന് 3 പാക്കിംഗ് എഫിഷ്യൻസിന്റെ ഇക്വേഷൻ ആണ്. എന്താണ് പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പഠിച്ചു വെക്കുക. ഈ ഇത് സമയമുണ്ടല്ലോ നമ്മുടെ മുന്നിൽ, സോ ഇത് നിങ്ങൾ പഠിച്ചേക്കണേ. പാക്കിംഗ് എഫിഷ്യൻസി ആദ്യത്തെ സിമ്പിൾ ക്യൂബിക് ഞാൻ പറഞ്ഞു. സിമ്പിൾ ക്യൂബിക്കിന് വേറെയാണ്, CCPയിൽ വേറെയാണ്, BCCയിൽ വേറെയാണ് അല്ലെ. സോ സിമ്പിൾ ക്യൂബിക്കിന്റെ കേസിൽ പാക്കിംഗ് എഫിഷ്യൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് A is equal to 2R ആണ്. ഓക്കെ, A is equal to 2R ആണ്. A എന്ന് പറഞ്ഞാൽ എഡ്ജ് ലെങ്ത് ആണ്. R എന്ന് പറഞ്ഞാൽ ആ ഒരു പാക്കിംഗ് എഫിഷ്യൻസിയിലെ കോൺസ്റ്റന്റ് പാർട്ടിക്കിളിന്റെ റേഡിയസ് ആണ്. രണ്ടാമത്തെ കേസ് എടുക്കട്ടെ. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഇതിന്റെ ആയിരുന്നു BCCന്റെയും ബോഡി സെന്റേർഡിന്റെ മാത്രം, BCCന്റെ മാത്രം. ഓക്കെ, ബോഡി സെന്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെല്ലിന്റെ പ്രത്യേകത, അതിന്റെ നമ്മുടെ പാക്കിംഗ് എഫിഷ്യൻസിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് A is equal to 4R/√3 ആണ്. ഇതിലിപ്പോ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഫർദർ ആയിട്ട് എനിക്കൊന്നും പറയാൻ പറ്റില്ല. ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാനേ പറ്റുള്ളൂ. സിമ്പിൾ ക്യൂബിക്കിന്റെ കേസിൽ A is equal to 2R ആണ് പാക്കിംഗ് എഫിഷ്യൻസിന്റെ ഇക്വേഷൻ. BCCന്റെ കേസിൽ A is equal to 4R/√3 ആണ് പാക്കിംഗ് എഫിഷ്യൻസിന്റെ ഇക്വേഷൻ എന്നല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഫർദർ ആയിട്ട് എനിക്കൊന്നും ഇതിൽ പറയാൻ പറ്റില്ലല്ലോ. ഓക്കെ, അടുത്തത് മൂന്നാമത്തെ കേസ് എടുക്കുകയാണെങ്കിൽ മൂന്നാമത്തെ ഞാൻ പറഞ്ഞു CCP, അതായത് ക്യൂബിക് ക്ലോസ് പാക്കിങ്ങും HCP, അതായത് ഹെക്സാഗണൽ ക്ലോസ് പാക്കിങ്ങിന്റെ കേസിലുള്ള രണ്ടിനും കോമൺ ആയിട്ട് ഒരൊറ്റ പാക്കിംഗ് എഫിഷ്യൻസി ആണ്. A is equal to 2√2R. A is equal to 2R, A is equal to 4R/√3 and A is equal to 2√2R. ഇതാണ് 3 പാക്കിംഗ് എഫിഷ്യൻസീസ് ഓഫ് 3 ഡിഫറെന്റ് ക്ലോസ്ഡ് പാക്കിംഗ്. സിമ്പിൾ ക്യൂബിക് നമ്മുടെ BCC, CCPന്റെയും HCPന്റെയും ഒരുമിച്ചാണ്. ഒറ്റ ഇക്വേഷനേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കണം. അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കട്ടെ. ഡെൻസിറ്റി ഓഫ് എ യൂണിറ്റ് സെൽ. അതായത് ഒരു യൂണിറ്റ് സെല്ലിന്റെ ഡെൻസിറ്റി നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? ഡെൻസിറ്റി എന്ന് പറഞ്ഞ സാന്ദ്രത അല്ലെ. ഡെൻസിറ്റി എങ്ങനെ കണ്ടുപിടിക്കുക? അതിനൊരു ഇക്വേഷൻ ഉണ്ട്, വളരെ ഈസി ആയിട്ടൊരു ഇക്വേഷൻ ആണ്. D is equal to Zm/A³ NA, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം NaA³. D is equal to Zm divided by NaA³ ആണ് നമ്മുടെ ഡെൻസിറ്റി ഓഫ് എ യൂണിറ്റ് സെൽ എന്ന് പറയുന്നതിന്റെ ഇക്വേഷൻ. സോ Z എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ആറ്റംസ് ആണ്. M എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ഓഫ് 1 ആറ്റം. ഒരു ആറ്റത്തിന്റെ മാസ് അല്ലെ, അതാണ് M എന്ന് പറയുന്നത്. Na എന്ന് പറഞ്ഞാൽ എന്താ സാധനം? അവഗാഡ്രോസ് കോൺസ്റ്റന്റ് അല്ലെ, അവഗാഡ്രോ നമ്പർ. നമ്മൾ 6.022 അത് ആ സംഭവം അവഗാഡ്രോ നമ്പർ. A എന്ന് പറഞ്ഞാൽ എഡ്ജ് ലെങ്ത്. അപ്പോ നമ്മുടെ ഡെൻസിറ്റി ഓഫ് എ യൂണിറ്റ് സെല്ലിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് Zm/NaA³ ആണ്. ഓക്കെ, Z എന്ന സാധനം നമ്പർ ഓഫ് ആറ്റംസ് ആണ്. M എന്ന സാധനം മാസ് ഓഫ് 1 ആറ്റം ആണ്. Na എന്ന് പറഞ്ഞാൽ അവഗാഡ്രോസ് കോൺസ്റ്റന്റ് 6.022 × 10⁻23. ഓക്കെ, അവഗാഡ്രോസ് കോൺസ്റ്റന്റ്. A എന്ന് പറഞ്ഞാൽ എഡ്ജ് ലെങ്ത്. ഓക്കെ, ഇതാണ് നമ്മുടെ അടുത്ത 2 ഇമ്പോർട്ടന്റ് ടോപ്പിക്സിൽ വന്നത്. ഒന്ന് പാക്കിംഗ് എഫിഷ്യൻസി, ഒന്ന് ഡെൻസിറ്റിന്റെ യൂണിറ്റ് ആൻഡ് ഇക്വേഷൻ അല്ലെ. ഡെൻസിറ്റിന്റെ യൂണിറ്റ് ഞാൻ പറയാം. ഡെൻസിറ്റി യൂണിറ്റ് എന്താ? kg/m³ അല്ലെ. kg/m³ ആണ് ഡെൻസിറ്റിന്റെ യൂണിറ്റ്. സോ ഈ 2 ടോപ്പിക്സ് വെച്ചിട്ട് പ്രോബ്ലംസ് ചോദിക്കുമല്ലോ.
നമ്മുടെ ഇക്വേഷൻസ് വരികയാണ് എന്ന് പറഞ്ഞാൽ പ്രോബ്ലംസ് എന്തായാലും ചോദിക്കാം. സോ ആ പ്രോബ്ലംസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് പാർട്ട് വീഡിയോ നമ്മളത് ചെയ്യാം. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്തിട്ട് ഏതൊക്കെ പ്രോബ്ലംസ് വരും നമുക്ക് അതിൽ ചെയ്യാം. ഈ 2 ടോപ്പിക്സ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കിടക്കാം. നെക്സ്റ്റ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് imperfections in solids. ഓക്കെ, ഏതൊരു സാധനവും അല്ലെ, nobody in this world is perfect. ഞാൻ പെർഫെക്റ്റ് അല്ല, എന്റെ കേസിലും നെഗറ്റീവ്സ് ഉണ്ടാവും, നിങ്ങൾ ആരും പെർഫെക്റ്റ് അല്ല. ഓരോരുത്തരുടെയും നെഗറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെയാണ് സോളിഡും എന്തുകൊണ്ടും എന്തല്ല, പെർഫെക്റ്റ് അല്ല. സോളിഡിനും എന്തുണ്ടാവും, ഇംപെർഫെക്ഷൻസ് ഉണ്ടാവും, നെഗറ്റീവ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും, പോരായ്മകൾ അല്ലെ, അതാണ് ഇംപെർഫെക്ഷൻസ് എന്ന് പറയുന്നത്. പോരായ്മകൾ ഉണ്ടാവും അല്ലെ. സോ എന്താണ് സോളിഡിന്റെ ഇംപെർഫെക്ഷൻസ്? എന്താണ് ശരിക്കും പറഞ്ഞാൽ ഇംപെർഫെക്ഷൻ? നമ്മുടെ കുറ്റങ്ങളും കുറവുകളുമാണ് നമ്മുടെ ഇംപെർഫെക്ഷൻസ് എന്ന് പറയുന്നത് അല്ലെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എല്ലാവർക്കും പല പല ഇംപെർഫെക്ഷൻസ് ഉണ്ട്. അപ്പൊ സോളിഡ്സിന്റെ കേസ് നമ്മൾ എങ്ങനെ ഇംപെർഫെക്ഷൻസ് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇറഗുലാരിറ്റീസ് ഇൻ ദി അറേഞ്ച്മെന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ്. കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിളുകളുടെ അറേഞ്ച്മെന്റിൽ വരുന്ന ഇംപെർഫെക്ഷൻസ് അല്ലെങ്കിൽ ഇറഗുലാരിറ്റീസ് നമ്മൾ എന്ത് പറയും? Imperfections in solids എന്ന് പറയും. They are the irregularities in the arrangement of constituent particles. Okay, അർത്ഥം മനസ്സിലാക്കി വെച്ചാൽ മതി. മെയിൻ ആയിട്ട് സോളിഡ്സിൽ 2 തരത്തിലുള്ള ഡിഫക്റ്റ് അല്ലെങ്കിൽ ഇംപെർഫെക്ഷൻ ആണ് കാണുന്നത്. ഒന്ന് വന്നിട്ട് പോയിന്റ് ഡിഫക്റ്റ്, രണ്ടാമത് വന്നിട്ട് ലൈൻ ഡിഫക്റ്റ്. ഓക്കെ, പോയിന്റ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീവിയേഷൻ ഫ്രം ഐഡിയൽ അറേഞ്ച്മെന്റ് അറൌണ്ട് എ പോയിന്റ് ഓർ ആൻ ആറ്റം. ഓക്കെ, ഐഡിയൽ അറേഞ്ച്മെന്റിൽ നിന്നും വ്യത്യാസം സംഭവിക്കുന്നത് എവിടെയാണ്? ഒരു പോയിന്റിലോ ഒരു ആറ്റത്തിലോ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും? എന്ത് ഡിഫക്റ്റ് എന്ന് പറയും? പോയിന്റ് ഡിഫക്റ്റ് എന്ന് പറയും. ഓക്കെ, ഇറഗുലാരിറ്റീസ് ഫ്രം ഐഡിയൽ അറേഞ്ച്മെന്റ് അറൌണ്ട് എ പോയിന്റ് ഓർ ആൻ ആറ്റം. ഓക്കെ, അടുത്തത് ഏതായിരുന്നു? പോയിന്റ് ഡിഫക്റ്റ് കഴിഞ്ഞാൽ അടുത്ത ഡിഫക്റ്റ് ലൈൻ ഡിഫക്റ്റ് ആയിരുന്നു. ശരിയല്ലേ, ലൈൻ ഡിഫക്റ്റ് ആയിരുന്നു. എന്താണ് ലൈൻ ഡിഫക്റ്റ് എന്ന് പറയുന്നത്? ഡീവിയേഷൻസ് ഫ്രം ദി ഐഡിയൽ അറേഞ്ച്മെന്റ് ഇൻ എൻറ്റയർ റോസ് ഓഫ് ലാറ്റിസ്. അതായത് ഓരോ റോയിലും എന്ത് സംഭവിക്കുന്നു? ഡീവിയേഷൻ അല്ലെങ്കിൽ ഇംപെർഫെക്റ്റ് ആയിട്ട് എല്ലാ റോസും മാറുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഐഡിയൽ അറേഞ്ച്മെന്റിൽ നിന്ന് മാറുന്നതിന് നമ്മൾ എന്ത് പറയും? ലൈൻ ഡിഫക്റ്റ് എന്ന് പറയും. ഇതാണ് പോയിന്റ് ഡിഫക്റ്റും ലൈൻ ഡിഫക്റ്റും. അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ഒന്നുമല്ല. പോയിന്റ് ഡിഫക്റ്റ് ഫർദർ ആയിട്ട് 3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സോ ഞാൻ അത് എഴുതിത്തരാം. ഞാൻ ആദ്യം ഇവിടെ കാണിക്കട്ടെ. ഇംപെർഫെക്ഷൻ സോളിഡ്സിൽ ഇംപെർഫെക്ഷൻസ് ഏതൊക്കെയായിരുന്നു? പോയിന്റും ലൈൻ അല്ലെ. പോയിന്റിന്റെ കേസിൽ 3 എണ്ണാണുള്ളത്. ഏതൊക്കെയാണ്? സ്റ്റോയിഷ്യോമെട്രിക്, നോൺ സ്റ്റോയിഷ്യോമെട്രിക്, impurity defect. ഓക്കെ, പോയിന്റ് ഡിഫക്റ്റിനകത്ത് വരുന്ന 3 ഡിവിഷൻസ് ആണ് സ്റ്റോയിഷ്യോമെട്രിക്, നോൺ സ്റ്റോയിഷ്യോമെട്രിക് ആൻഡ് impurity defect. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം എന്താണ് ഈ സ്റ്റോയിഷ്യോമെട്രിക് ഡിഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാം. The point defect which do not disturb the stoichiometry is, and that type of defect is known as stoichiometric defect. എന്താണ് ഈ സ്റ്റോയിഷ്യോമെട്രി എന്ന് പറഞ്ഞാൽ? സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് പറയാ? സ്റ്റോയിഷ്യോമെട്രിക് എന്ന് പറയാം. സോ പോയിന്റ് ഡിഫക്റ്റില് സ്റ്റോയിഷ്യോമെട്രി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? The type of point defect which do not disturb the stoichiometry of the compound is known as stoichiometric defect. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്താണ് സ്റ്റോയിഷ്യോമെട്രിക് ഡിഫക്റ്റ് എന്ന്? ഓക്കെ, അടുത്തത് ഈ സ്റ്റോയിഷ്യോമെട്രിക്ക് അകത്ത് തന്നെ ഫർദർ ആയിട്ട് സ്റ്റോയിഷ്യോമെട്രിക്ക് അകത്ത് കുറച്ച് ഡിവിഷൻസ് വരുന്നുണ്ട്. അതിൽ ആദ്യത്തെയാണ് വാക്കൻസി ഡിഫക്റ്റ്. പേരിൽ തന്നെ ഉണ്ട് വാക്കൻസി ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് വാക്കൻസി ഡിഫക്റ്റ്? ചില കോൺസ്റ്റിറ്റ്യൂവന്റ് ആറ്റംസ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് അവരുടെ ലാറ്റിസ് സൈറ്റിൽ നിന്നും വാക്കന്റ് ആവും, കാണാതാവും അല്ലെ. അതിനെയാണ് എന്ത് പറയാ? വാക്കൻസി ഡിഫക്റ്റ് എന്ന് പറയാ അല്ലെ. അപ്പൊ ഫോർ എക്സാമ്പിൾ ഓക്കെ, പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ്. ഓക്കെ, ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇങ്ങനെയാണ് എന്റെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ഇരിക്കുന്നത്. ഇതിനകത്തുനിന്ന് ഒരെണ്ണം പോയി, അപ്പൊ ഇവിടെ എന്തായി? വാക്കന്റ് ആയി അല്ലെ. ഇതിനകത്തുനിന്ന് ഒരു സാധനം പോയി, അവിടെ വാക്കന്റ് ആയി എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡെൻസിറ്റിക്ക് എന്ത് സംഭവിക്കും? ഡെൻസിറ്റി കുറയും അല്ലെ. അപ്പൊ എന്ത് നമുക്ക് പറയാൻ പറ്റും? വാക്കൻസി ഡിഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുള്ള ഒരു കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് അതിന്റെ ലാറ്റിസ് സൈറ്റിൽ നിന്നും വാക്കന്റ് ആയി, കാണാതെയായി അല്ലെ. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഡെൻസിറ്റിക്ക് എന്ത് മാറ്റം സംഭവിക്കുക? ഡെൻസിറ്റി ഡിക്രീസസ്. ഇതൊക്കെ കോമൺ സെൻസ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ആലോചിച്ച് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ് അല്ലെ. ഓക്കെ,
നമ്മളൊരു എഗ് ട്രേ എടുക്കുകയാണെന്ന് വിചാരിക്കാം. നമ്മള് ഫ്രിഡ്ജിലൊക്കെ വെക്കില്ലേ മുട്ടയുടെ ട്രേ അല്ലെ, കുറെ മുട്ടയൊക്കെ കൊള്ളുന്ന ട്രേ. ആ ഒരു ട്രേയിൽ ഒരു മുട്ട എടുത്തു. ആ ഒരു ട്രേയിൽ ഇപ്പൊ 6 മുട്ട ഒക്യുപ്പൈ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണെന്ന് വിചാരിക്കുക. 6 മുട്ടയുള്ളപ്പോൾ ആ ഒരു ഇതിന് ഒരു 1/4 kg ആണ്, 1/4 കിലോ ആണ് അല്ലെ, ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അതിന്ന് ഒരു മുട്ട ഞാൻ എടുത്തു മാറ്റുമ്പോൾ അതിന്റെ ആ ഒരു വെയിറ്റിൽ നിന്നും അതിന് എന്ത് സംഭവിക്കുന്നു? ഡിക്രീസ് ആവുന്നു അല്ലെ. ഒരു കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ അതിൽ നിന്ന് വാക്കന്റ് ആവുന്ന സമയത്ത് അതിന്റെ ഡെൻസിറ്റി എന്ത് ചെയ്യുന്നു? ഡിക്രീസസ്, കുറയുന്നു. ശരിയല്ലേ? ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ടൈപ്പ് ഓഫ് സ്റ്റോഷിയോമെട്രിക് ഡിഫക്ട്, അതായത് വാക്കൻസി ഡിഫക്ട്. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് സ്റ്റോഷിയോമെട്രിക് ഡിഫക്ട് ആണ് ഇന്റർസ്റ്റീഷ്യൽ ഡിഫക്ട്. എന്താണ് ഇന്റർസ്റ്റീഷ്യൽ ഡിഫക്ട്? ഇപ്പൊ ഞാൻ പറഞ്ഞു നമ്മുടെ ഇതിനകത്ത് ഇരിക്കുന്ന ഒരു കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ കാണാനില്ല എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, ഇതിപ്പോ ഇവിടുന്ന് കാണാതായ സാധനം ഇവിടെ ഉണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുക. മനസ്സിലാവുന്നത്? ഇവിടെ ഉള്ള ഒരു സാധനം ഇവിടെ വന്നിട്ട് ഓക്യുപ്പൈ ചെയ്തു. അപ്പൊ ഇവിടെ എന്ത് മാറ്റം സംഭവിച്ചു? അതിന്റെ ലാറ്റിസ് സൈറ്റിൽ നിന്നും അത് ഒരു ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിലേക്ക് വന്നിട്ട് എന്ത് ചെയ്തു? ഓക്യുപ്പൈ ചെയ്തു. അതിന്റെ ലാറ്റിസ് സൈറ്റിൽ നിന്നും അതിൽ ഏതെങ്കിലും ഒരു ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിൽ വന്നിട്ട് ഓക്യുപ്പൈ ചെയ്തു. സോ ഈ ഒരു ടൈപ്പ് ഓഫ് ഡിഫക്റ്റിന് നമ്മൾ എന്ത് പറയും? ഇന്റർസ്റ്റീഷ്യൽ ഡിഫക്ട് എന്ന് പറയും. ശരിയല്ലേ? ഇന്റർസ്റ്റീഷ്യൽ ഡിഫക്ട് എന്ന് പറയും. ഇവിടുത്തെ കേസിൽ ഡെൻസിറ്റിക്ക് എന്താ മാറ്റം സംഭവിക്കുക? വൃത്തിയായിട്ട് ആലോചിച്ച് പറയൂ. നേരത്തെ ഇവിടത്തെ പോയി, കാണാനേ ഇല്ല. അപ്പൊ എന്ത് പറഞ്ഞു? ഡെൻസിറ്റി കുറയുന്നു എന്ന് പറഞ്ഞു. ഇവിടെ ആണെങ്കിൽ ഇവിടെയുള്ള സാധനം എന്തായി? ഇവിടെ വന്ന് ഒക്യുപ്പൈ ചെയ്തു. അതിന്റെ ഡെൻസിറ്റിക്ക് വല്ല മാറ്റം ഉണ്ടോ? ഇല്ലല്ലോ. ഒരു ബെഞ്ചിൽ ഒരു ദിവസം ഒരു കുട്ടി ഇത്ര പേര് ഇരിക്കുന്നുണ്ട്. ഒരു ദിവസം ആ ഒരു കുട്ടി, നിങ്ങളുടെ അടുത്തിരിക്കുന്ന ഒരു കുട്ടി മാറി അപ്പുറത്തെ സൈഡ് പോയിരുന്നു. ആ ഒരു ബെഞ്ചിൽ 10 കിലോയുടെ വെയിറ്റ് ഉണ്ടെങ്കിൽ ആ 10 കിലോ അവിടെ ഉണ്ടാവില്ലേ? ഒരു കുട്ടി നിങ്ങളുടെ അടുത്തല്ല, അപ്പുറത്തെ സൈഡ് ഇരിക്കുന്നുണ്ടല്ലോ ആള് അല്ലെ. അപ്പൊ എന്ത് പറയുന്നു? അവിടെ ഡെൻസിറ്റിക്ക് മാറ്റം സംഭവിക്കുന്നില്ല അല്ലേ? ഓക്കെ, ഇത് രണ്ടും കഴിഞ്ഞില്ലേ? ഇനി മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആയിട്ടുള്ളത് നമ്മുടെ പോയിന്റ് ഡിഫക്റ്റിലെ സ്റ്റോഷിയോമെട്രിക് അകത്ത് വരുന്ന മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ഏതാണ്? അയോണിക് കോമ്പൗണ്ടുകളുടെ കേസിൽ, അയോണിക് കോമ്പൗണ്ടിന്റെ കേസിൽ കാണപ്പെടുന്ന 2 ഡിഫക്റ്റുകളാണ്. ഒന്ന് ഷോർട്ട് കീ ഡിഫക്റ്റും ഒന്ന് ഫ്രങ്കൽ ഡിഫക്റ്റും. ഓക്കെ, ഷോർട്ട് കീ ഡിഫക്ട് എന്താണ്, ഫ്രങ്കൽ ഡിഫക്ട് എന്താണ് ഞാൻ പറയാം. ഷോർട്ട് കീ ഡിഫക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ നമ്പർ ഓഫ് കാറ്റയോണും ആനയോണും അവരുടെ ലാറ്റിസ് സൈറ്റിൽ നിന്നും പോയിന്റ് വാക്കന്റ് ആവുന്നതിന് നമ്മൾ എന്ത് പറയും? മിസ് ആവുന്നതിന് നമ്മൾ എന്ത് പറയും? ഷോർട്ട് കീ ഡിഫക്ട് എന്ന് പറയും. ഓക്കെ, അതായത് ഇവിടെ നിന്ന് ഇപ്പോ ഒരു പ്ലസ്, അതായത് ഒരു പോസിറ്റീവ് അയോണും പോയിട്ടുണ്ടെങ്കിൽ അതേ ഒരെണ്ണം നെഗറ്റീവ് അയോണും പോകും. അവരുടെ ലാറ്റിസ് സൈറ്റിൽ നിന്ന് പോകും. ഈ ഒരു ടൈപ്പ് ഓഫ് ഡിഫക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയാ? ഷോർട്ട് കീ ഡിഫക്ട് എന്ന് പറയാം. മനസ്സിലായില്ലേ? അപ്പൊ എന്താണ് അർത്ഥം? മനസ്സിലായിട്ടുണ്ടാവില്ലേ? അപ്പൊ ഡെൻസിറ്റി ഓഫ് ദ സബ്സ്റ്റൻസ് എന്ത് ചെയ്യുന്നു? ഡിക്രീസസ് അല്ലെ. ഇവര് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു സാധനത്തിനകത്തുനിന്ന് പുറത്തു പോയി അല്ലെ. ഇതിനകത്ത് എവിടെയും വേറെ പോയിട്ടൊന്നും ഇരുന്നിട്ടില്ല, പുറത്തുനിന്ന് കംപ്ലീറ്റ് ആയിട്ട് പോയി. സോ അവിടെ എന്താണ്? അവിടെ ഡെൻസിറ്റി ഡിക്രീസസ് അല്ലെ. ഡെൻസിറ്റി എന്ത് ചെയ്യുന്നു? ഡിക്രീസസ്. ഓക്കെ, എക്സാമ്പിൾസ് പഠിച്ചു വെക്കണം. NaCl, KCl, CaCl, AgBr. NaCl സോഡിയം ക്ലോറൈഡ്, KCl പൊട്ടാസ്യം ക്ലോറൈഡ്, CaCl, AgBr. ഓക്കെ, ഇത് 4 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ് ഒന്ന് പഠിച്ചു വെക്കണേ. ഓക്കെ, അടുത്തത് ഫ്രങ്കൽ ഡിഫക്റ്റിലേക്ക് കിടക്കട്ടെ. അർത്ഥം മാത്രം ഞാൻ പറഞ്ഞാൽ മതിയല്ലോ. ഫ്രങ്കൽ ഡിഫക്ട് എന്താ വ്യത്യാസം എന്ന് ഞാൻ പറഞ്ഞുതരാം. അവിടെ ഈക്വൽ നമ്പർ ഓഫ് കാറ്റയോൺസ് ആൻഡ് ആനിയോൺസ് വർ മിസ്സിംഗ് ഫ്രം ഇറ്റ്സ് ലാറ്റിസ് സൈറ്റ്. ഇവിടെയാണെങ്കിൽ ഒരൊറ്റ അയോണേ മിസ്സാവുള്ളൂ. മിസ്സാവുന്ന അയോൺ യൂഷ്വലി കാറ്റയോൺ ആയിരിക്കും. ഓക്കെ, അവിടെ എന്തായിരുന്നു? ഈക്വൽ നമ്പർ ഓഫ് ഒരു പോസിറ്റീവ് ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ അതേ ഒരു പോസിറ്റീവ് അയോൺ പോയി കഴിഞ്ഞാൽ അതേ ഒരെണ്ണം നെഗറ്റീവ് പോവും. 2 എണ്ണം പോയി കഴിഞ്ഞാൽ 2 എണ്ണം പോവും. അങ്ങനെയായിരുന്നു. അപ്പൊ അവിടെ ഡെൻസിറ്റി എന്ത് സംഭവിച്ചു? ഡിക്രീസ് ചെയ്തു. ഇതാണ് നമ്മുടെ ഷോർട്ട് കീ എന്ന് പറയുന്നത്. ഫ്രങ്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം പോയാൽ കൂടെ പേരിന്റെ സങ്കടം ഒന്നും അവർ പോവില്ല. അത് ഏതെങ്കിലും ഒന്നേ പോവുള്ളൂ. അത് പോകുന്നത് ഏതായിരിക്കും? യൂഷ്വലി കാറ്റയോൺ ആയിരിക്കും. ഓക്കെ, 2 എണ്ണം പോവില്ല, ഒരെണ്ണമേ പോവുള്ളൂ. ആ പോകുന്നത് ഏതാണ്? കാറ്റയോൺ ആയിരിക്കും. യൂഷ്വലി കാറ്റയോൺ ആയിരിക്കും. ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? ഫ്രങ്കൽ ഡിഫക്ട് എന്ന് പറയുന്നത്. ഫ്രങ്കൽ ഡിഫക്റ്റിനെ ഡിസ്ലൊക്കേഷൻ ഡിഫക്ട് എന്നും കൂടെ പറയാറുണ്ട് കേട്ടോ. അപ്പൊ എന്താണ് ഡിസ്ലൊക്കേഷൻ ഡിഫക്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതുന്നത് ഫ്രങ്കൽ ഡിഫക്ട് തന്നെയാണ്. ഓക്കെ, ഇതിന്റെ എക്സാമ്പിൾസ് പറയട്ടെ. ഇതിന്റെ എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞുതരാം. ഇത് ഞാൻ ഒന്നും കൂടെ ഞാൻ കാര്യം പറയാൻ വിട്ടുപോയി. കാറ്റയോണിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇത് ഞാൻ പൊതുവെ പറഞ്ഞു, കാറ്റയോൺസ് ആണ്, ദാറ്റ് ഈസ് പോസിറ്റീവ് ആയിട്ടുള്ള അയോൺ ആണ് പൊതുവെ നമ്മുടെ ഫ്രങ്കൽ ഡിഫക്ട് കാണിക്കുന്ന ക്രിസ്റ്റലുകളിൽ നിന്നും കാണാതെ ആവാറുള്ളത് അല്ലെ. കാണാതായിട്ട് അവർ ക്രിസ്റ്റലിൽ നിന്നും ഒരിക്കലും പുറത്തു പോവില്ല. അവര് ജസ്റ്റ് ആ ക്രിസ്റ്റലിലെ വേറെ ഏതെങ്കിലും ലാറ്റിസ് സൈറ്റിൽ വന്ന് പ്ലേസ് ചെയ്യും. ഇവിടെ നിന്ന് ഇങ്ങനെയാണ് ഇരിക്കുന്നത് എന്ന് വിചാരിക്കാം. ഫോർ സപ്പോസ് പ്ലസ് മൈനസ് മൈനസ് പ്ലസ് എന്ന ഓർഡറിലാണ്. ഒരു കാറ്റയോൺ പോയി, അത് ഇവിടെ വന്നിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അതായത് അവിടെ ഡെൻസിറ്റിക്ക് മാറ്റം സംഭവിക്കുന്നുണ്ടോ?
നിങ്ങളുടെ അടുത്തിരുന്ന ഒരു കുട്ടി മാറിയിട്ട് പെണ്ണുങ്ങിയപ്പോ അപ്പുറം സൈഡ് പോയിരുന്നു, അത്രയേ ഉള്ളൂ വ്യത്യാസം. സോ ഇവിടെ ഇരിക്കേണ്ട കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ ആണ് അത്. ആ ഒരു കാറ്റോൺ എവിടെ വന്നു? ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിൽ വന്ന് പ്ലേസ് ചെയ്തു. സോ ഡെൻസിറ്റിക്ക് അവിടെ മാറ്റം സംഭവിക്കുന്നില്ല. പക്ഷെ നമ്മുടെ ഷോർട്ട്കീന്റെ കേസിൽ എവിടെ ഡെൻസിറ്റിക്ക് മാറ്റം സംഭവിക്കുന്നുണ്ട്. ഇവിടെ പോകുന്നത് യൂഷ്വലി കാറ്റയോൺസ് ആണ്. എക്സാമ്പിൾസ് കൂടെ പറഞ്ഞു തരട്ടെ. ZnS സിങ്ക് സൾഫൈഡ്, AgCl, AgBr, AgI. ഓക്കെ, ZnS, AgCl, AgBr, AgI. ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചിട്ട് പഠിക്കുക. വായി നോക്കി എഴുതിട്ടൊന്നും കിട്ടാൻ പോകുന്നില്ല. ജസ്റ്റ് എഴുതിട്ട് തന്നെ വെക്കണം. എഴുതി വെച്ചിട്ട് നോക്കിയിട്ടേ പഠിച്ചാൽ പറ്റുള്ളൂ. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറയാം. ആദ്യം ഞാൻ എക്സാമ്പിൾ പറഞ്ഞപ്പോഴും ഞാൻ AgBr കാര്യം പറഞ്ഞിരുന്നു. രണ്ടാമത് ഞാൻ എക്സാമ്പിൾ പറഞ്ഞപ്പോഴും AgBr പറയുന്നു. അപ്പൊ നിങ്ങൾ വിചാരിക്കും ചേച്ചി തെറ്റ് പറഞ്ഞു. അല്ല, ചേച്ചി തെറ്റ് പറഞ്ഞല്ല, ചേച്ചി ശരിയായിട്ടാണ് പറഞ്ഞത്. ബിക്കോസ് AgBr എന്ന് പറഞ്ഞ കോമ്പൗണ്ട് അല്ലെങ്കിൽ ആ ഒരു സംഭവം എന്ന് പറയുന്നത് ഷോസ് ബോത്ത് ഷോർട്ട്കി ആൻഡ് ഫ്രങ്കൽ ഡിഫക്റ്റ്. അപ്പോ ഒരു മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കാം, ഏതെങ്കിലും ഒരു കോമ്പൗണ്ട് നമ്മുടെ ഷോർട്ട്കിയും ഫ്രങ്കലും രണ്ടും കാണിക്കുന്ന കോമ്പൗണ്ട് ഏതാണ്? AgBr ആണ്. ഓക്കെ, വൃത്തിയായിട്ട് ഓർത്തു വെക്കണം. ഷോർട്ട്കിയും ഫ്രങ്കലും ഒരുമിച്ച് കാണിക്കുന്നത് അല്ലെങ്കിൽ രണ്ടും കാണിക്കുന്നത് AgBr ആണ് കേട്ടോ. ഇത്രയും നേരം പറഞ്ഞത് സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റിനകത്ത് വരുന്നതായിരുന്നു അല്ലേ? ഇത് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി അകത്ത് നോൺ സ്റ്റോഷിയോമെട്രിക് ഉണ്ട്, ഇംപ്യൂരിറ്റി ഉണ്ട്. ഇംപ്യൂരിറ്റി ചെറുതാണ്. സോ ഞാൻ ആദ്യം ഇംപ്യൂരിറ്റി പറഞ്ഞിട്ട് നോൺ സ്റ്റോഷിയോമെട്രിയിലേക്ക് കടക്കാം. സോ ഇംപ്യൂരിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയതായിട്ടൊന്നുമില്ല. ഒരു എന്താ പറയാ, ഒരു കോമ്പൗണ്ട് എടുക്കാണ്. ഓക്കെ, അതിനകത്ത് നമ്മൾ എക്സ്ട്രാ ഒരു ഇംപ്യൂരിറ്റി ആയിട്ട് എന്തെങ്കിലും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കാണിക്കുന്ന ഡിഫക്റ്റിനെ ഇംപ്യൂരിറ്റി ഡിഫക്റ്റ് എന്ന് പറയും. മനസ്സിലായിട്ടോ? ഓക്കെ, അതിനെയാണ് നമ്മൾ ഇംപ്യൂരിറ്റി ഡിഫക്റ്റ്. അത് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് അല്ല. സോ അത് നമുക്ക് സ്കിപ്പ് ചെയ്യാം, കുഴപ്പമില്ല. അടുത്തതിലേക്ക് കിടക്കട്ടെ. നമ്മൾ സ്റ്റോഷിയോമെട്രിക് കഴിഞ്ഞു, ഇംപ്യൂരിറ്റി കഴിഞ്ഞു. അടുത്തത് നോൺ സ്റ്റോഷിയോമെട്രിക് ആണ് അല്ലേ? നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് ആർ ദോസ് ഡിഫക്റ്റ് which disturbs the stoichiometry of the compound. Stoichiometric defect എന്തായിരുന്നു? which do not disturb the stoichiometry of the compound ആയിരുന്നു. non stoichiometry are the defect which disturbs the stoichiometry of the compound. മനസ്സിലായില്ലേ? ഓക്കേ, ഇനി അകത്ത് അതിന്റെ ഫർദർ ക്ലാസിഫിക്കേഷൻസിലേക്ക് കിടക്കാം. അതിന്റെ ഫർദർ ആയിട്ട് മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ആയിട്ടും മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് ആയിട്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റില് മെറ്റൽ എക്സസ് ആയിട്ടും ഞാൻ ഇവിടെ എഴുതി കാണിക്കാം. മെറ്റൽ എക്സസ് ഡിഫക്റ്റും മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റും. ഓക്കെ, അതിൽ ആദ്യത്തെ മെറ്റൽ എക്സസ് ഡിഫക്റ്റിനകത്ത് തന്നെ ഫർദർ ആയിട്ട് ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. മെറ്റൽ എക്സസ് ഡിഫക്റ്റിനകത്ത് ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. സോ നമുക്ക് ഒരു ഓപ്ഷൻ ഇല്ല, നമുക്ക് പഠിക്കണം. മെറ്റൽ എക്സസ് ഡിഫക്റ്റിനകത്ത് വരുന്ന ആദ്യത്തെയാണ് ഡ്യൂ ടു ആനയോണിക് വാക്കൻസി. ഡ്യൂ ടു ആനയോണിക് വാക്കൻസി, ആനയോൺ എന്താവുന്നു? വാക്കന്റ് ആവുന്നു, അല്ലെങ്കിൽ ആനയോൺ എന്താവുന്നു? മിസ് ആവുന്നു, കാണാതാവുന്നു അല്ലെ? ഡ്യൂ ടു ആനയോണിക് വാക്കൻസി. സോ ആനയോണിക് വാക്കൻസി, ആനയോൺ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഹോൾ വരില്ലേ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ, പ്ലസ് മൈനസ് പ്ലസ് എന്നുള്ള ഓർഡർ ഇരിക്കുകയാണ്. ഒരു ആനയോൺ ഇവിടുത്തെ മിസ്സായി പോയി, ഇവിടെ വാക്കന്റ് ആയി അല്ലെ? ഈ വാക്കന്റ് ആയിട്ടുള്ള സൈറ്റിനെ നമ്മൾ എഫ് സെന്റർ എന്ന് പറയും. ഓക്കെ, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. സോ ഈ എഫ് സെന്റർ കാരണമാണ് ഓരോ കോമ്പൗണ്ടുകൾക്കും കളർ കാണിക്കാൻ കാരണം. അതായത് ഇപ്പൊ NaCl ആണെങ്കിൽ ഇങ്ങനെ കളർ കാണിക്കാൻ, ഓരോന്നും കളർ കാണിക്കാൻ കാരണം ഈ എഫ് സെന്റേഴ്സിന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ടാണ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. ഇതാണ് നമ്മുടെ ആദ്യത്തെ ആയിട്ടുള്ള ഡ്യൂ ടു ആനയോണിക് വാക്കൻസിന്റെ കേസിൽ വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ഇതിന്റെ തന്നെ ഫർദർ അടുത്ത ക്ലാസിഫിക്കേഷൻ ആണ് ഡ്യൂ ടു എക്സ്ട്രാ കാറ്റയോൺ. കാറ്റയോൺ എക്സ്ട്രാ ആയിട്ട് പ്രസന്റ് ആവുക. അതായത് ഇത് ഇവിടെ തന്നെ ഇരിക്കട്ടെ, ഇനിയിപ്പോ ഇത് വായിക്കണ്ട. ഓക്കെ, ഇവിടെ ഓൾറെഡി കാറ്റോൺസ് ഉണ്ട്. ഇതൊന്നും പോരാതെ ഇടയിൽ ഒരു കാറ്റോൺ കയറി ഒരു ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിൽ പ്രസന്റ് ആവുകയാണെങ്കിൽ ദിസ് ടൈപ്പ് ഓഫ് ഡിഫക്റ്റ് ഇസ് നോൺ ആസ് ഡ്യൂ ടു എക്സ്ട്രാ കാറ്റയോൺ. പേരിൽ തന്നെ ഉണ്ട്, ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല ശരിക്കും പറഞ്ഞാൽ. ഇതിപ്പോ നമ്മൾ വന്നത് ഇതിനകത്ത് മെറ്റൽ എക്സസ് ഡിഫക്റ്റിനകത്തായിരുന്നു ഇത് രണ്ടെണ്ണം. ഇനി അടുത്തത് കൂടെ ഉണ്ടല്ലോ, മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് ഉണ്ട്. മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റിൽ ഇതിന്റെ ഉൾട്ടായിട്ടാണ് വരിക. ഡ്യൂ ടു കാറ്റയോണിക് വാക്കൻസി. ഇതിനകത്ത് ഡ്യൂ ടു ആനയോണിക് വാക്കൻസി ആയിരുന്നില്ല, ഇവിടെ ഡ്യൂ ടു കാറ്റയോണിക് വാക്കൻസി. എന്താണ് കാറ്റയോൺ എന്താവുന്നു? വാക്കന്റ് ആവുന്നു, അത്രയേ ഉള്ളൂ. ഡ്യൂ ടു അടുത്ത ടൈപ്പ് ഓഫ് ഡിഫക്റ്റ് ആണ് ഇതിനകത്ത് വരുന്നത് ഡ്യൂ ടു പ്രസൻസ് ഓഫ് ആനയോൺ, എക്സ്ട്രാ ആനയോൺ ഓൺ ഇൻഡസ്ട്രീഷ്യൽ സൈറ്റ്.
ഇവിടെ നേരത്തെ എക്സ്ട്രാ കാറ്റയോൺ ആയിരുന്നു, ഇതേപോലെ ഒരു എക്സ്ട്രാ ആനിയോൺ വന്നിട്ട് ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിൽ പ്രസന്റ് ആവുക. ഇതിലാണ് ഡ്യൂ ടു എക്സ്ട്രാ ആനിയോണിക് ഡെഫിഷ്യൻസി എന്ന് പറയാം. ഇതൊക്കെയുള്ളൂ. ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഡെഫിഷ്യൻസിന്റെ കേസിൽ വരുന്ന കാര്യങ്ങളൊക്കെ. ഇതിൽ ഞാനൊരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത് ഷോർട്ട് കീയും ഫ്രങ്കലും ഒന്ന് ദയവ് ചെയ്ത് നോക്കിയിട്ട് പോവാം. ഓക്കെ, അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ഒരു നമ്മുടെ ഡിഫക്റ്റിന്റെ കേസിൽ ചോദിക്കാൻ സാധ്യതയുള്ളത്. അത് രണ്ടുമാണ് സാധ്യതയാണ്, ഞാനല്ല ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസിലേക്ക് കിടക്കാം. ഓക്കെ, ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി പറഞ്ഞാൽ നമ്മുടെ പൊതുവെ നമ്മുടെ കണ്ടക്ടിവിറ്റി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. നമുക്ക് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടിന്റെ ബേസിസിൽ നമ്മൾ ഏതൊരു സബ്സ്റ്റൻസിനെയും 3ആയി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്, സെമി കണ്ടക്ടേഴ്സ്. ശരിയല്ലേ? കണ്ടക്ടേഴ്സ് ആർ ദോസ് സബ്സ്റ്റൻസ് വിച്ച് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. 7ാം ക്ലാസ്സിലൂടെ പഠിക്കുന്നതാണ് അല്ലെ? കണ്ടക്ടേഴ്സ് ആർ ദോസ് സബ്സ്റ്റൻസ് വിച്ച് കണ്ടക്ട്സ് ഇലക്ട്രിസിറ്റി, അല്ലെങ്കിൽ വിച്ച് അലൗ ദ പാസേജ് ഓഫ് ഇലക്ട്രിക് കറന്റ്. അല്ലെ, ഇലക്ട്രിക് കറന്റിനെ പാസ് ചെയ്യാൻ അനുവദിക്കുന്ന ഏതൊരു സാധനത്തിനെയും നമ്മൾ എന്ത് പറയും? കണ്ടക്ടേഴ്സ് എന്ന് പറയും. അല്ലെ, അപ്പൊ നമുക്ക് ഇംഗ്ലീഷ് എങ്ങനെ പറയാൻ പറ്റാ? കണ്ടക്ടേഴ്സ് ആർ ദോസ് സബ്സ്റ്റൻസ് വിച്ച് അലൗ ദ പാസേജ് ഓഫ് ഇലക്ട്രിസിറ്റി ത്രൂ ദം. അല്ലെ, കണ്ടക്ടേഴ്സ്. എക്സാമ്പിൾസ് എന്താ? all metals are good conductors of electricity. All metals are good conductors of electricity. അല്ലെ, അടുത്തത് ഇൻസുലേറ്റേഴ്സ്. ഇതിന്റെ ഉൾട്ട, those substances അല്ലെങ്കിൽ those materials which do not allow the passage of electricity through them. Examples എന്ത് വരും? പ്ലാസ്റ്റിക് വരും, വുഡ് വരും, റബ്ബർ വരും. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ഇൻസുലേറ്റേഴ്സിന് എക്സാമ്പിൾ ആണ്. അല്ലെ, ഇത് രണ്ടിലും അവിടെയും തൊടുന്നില്ല ഇവിടെയും തൊടാത്ത ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട്. ഏതാണ്? സെമി കണ്ടക്ടേഴ്സ്. അല്ലെ, സെമി കണ്ടക്ടേഴ്സ് ആർ ദോസ് മെറ്റീരിയൽസ് which show the properties of both conductors and insulators. കണ്ടക്ടറിന്റെ സ്വഭാവവും ഇൻസുലേറ്ററിന്റെ സ്വഭാവവും ഒരുമിച്ച് അല്ലെങ്കിൽ അതിനെ ഹാഫ് പാർഷ്യലി കാണിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ് നമ്മുടെ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുക. അവരുടെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് കണ്ടക്ടേഴ്സിന്റെയും ഇൻസുലേറ്റേഴ്സിന്റെയും ഇടയ്ക്ക് വരും. മനസ്സിലായോ? ഇനി നമുക്ക് കുറച്ചും കൂടെ വൃത്തിക്ക് ഡീപ്പായിട്ട് പോകുന്നത് സെമി കണ്ടക്ടേഴ്സിന്റെ കേസിലാണ്. കണ്ടക്ടറും ഇൻസുലേറ്ററും ജസ്റ്റ് എന്താന്ന് പഠിച്ചാൽ മതി. സെമി കണ്ടക്ടറിന്റെ അകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അതിന് മുന്നേ ആദ്യം നിങ്ങൾക്ക് ബാൻഡ് തിയറി അല്ലെങ്കിൽ ബാൻഡിന്റെ ഡയഗ്രാം വരച്ചു തരാം. ബാൻഡ് തിയറി എന്നൊക്കെ പറയില്ലേ, ഞാൻ വരച്ച് കാണിച്ചു തരാം. ആദ്യം ഞാൻ ഇവിടെ വരയ്ക്കാൻ പോകുന്നത് കണ്ടക്ടേഴ്സിന്റെ കേസിലാണ് കേട്ടോ. കണ്ടക്ടേഴ്സിന്റെ കേസിലുള്ള ബാൻഡ് തിയറി. ഇതൊരു ബാൻഡ്. ഓക്കെ, ഇതാണ് വാലൻസ് ബാൻഡ് എന്ന് പറയാ. വാലൻസ് ബാൻഡിനകത്ത് എന്തുണ്ടാവും? ഇലക്ട്രോൺസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇലക്ട്രോൺസ് ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിട്ട് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മുടെ വാലൻസ് ബാൻഡ്. ഓക്കെ, ഇതാണ് നമ്മുടെ കണ്ടക്ഷൻ ബാൻഡ്. ഞാൻ പറഞ്ഞു വാലൻസ് ബാൻഡിനകത്ത് എന്തുണ്ടാവും? ഇലക്ട്രോണുകൾ ഉണ്ടാവും. സോ ഈ വാലൻസ് ബാൻഡിൽ കിടക്കുന്ന ഇലക്ട്രോണുകളെ കണ്ടക്ഷൻ ബാൻഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യും. അല്ലെ, അങ്ങനെയാണല്ലോ മൂവ്മെന്റ് ഓഫ് ഇലക്ട്രോൺസ് അല്ലെ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. സോ വാലൻസ് ബാൻഡിൽ ഇരിക്കുന്ന ഇലക്ട്രോണുകളെ കണ്ടക്ഷൻ ബാൻഡിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? ഇലക്ട്രിസിറ്റി ഉണ്ട് എന്ന് പറയാൻ പറ്റും. ശരിയല്ലേ? അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. ഇത് ഞാൻ വരച്ചിരിക്കുന്നത് കണ്ടക്ടേഴ്സിന്റെ കേസിലുള്ള വാലൻസ് ബാൻഡ് ആണ്. കണ്ടക്ടേഴ്സിന്റെ കേസിലാണെങ്കിൽ നിങ്ങൾ വൃത്തിയായിട്ട് ഓർത്ത് വെക്കേണ്ട കാര്യം, വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ ഒരു ഗ്യാപ്പ് ഇല്ല. അവർ രണ്ടുപേരും എന്ത് ചെയ്തിരിക്കുന്നു? ഓവർലാപ്പ് ചെയ്തിരിക്കുന്നു. ഒരു എനർജി ഗ്യാപ്പ് അവർ രണ്ടുപേരും തമ്മിൽ ഇല്ല. അല്ലെ, ഇതാണ് കണ്ടക്ടേഴ്സിന്റെ കേസിൽ. അടുത്തത് ഇൻസുലേറ്റേഴ്സിന്റെ കേസിൽ എടുക്കുകയാണെങ്കിലോ, ഇതെന്ത് ബാൻഡാ? വാലൻസ് ബാൻഡ്. ഇതെന്ത് ബാൻഡാണ്? കണ്ടക്ഷൻ ബാൻഡ്. ഇവർ രണ്ടുപേരും തമ്മിൽ നല്ല ഒരു എനർജി ഗ്യാപ്പ് ഉണ്ട്. അല്ലെ, ഒരു എനർജി സോൺ ഉണ്ട്. ആ ഒരു എനർജി സോണിന് നമ്മൾ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറയും. ഫോർബിഡൻ സോൺ എന്ന് പറയാൻ പറ്റും. ഫോർബിഡൻ സോൺ. ഓക്കെ, അപ്പൊ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും ഉണ്ട്. വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും ഇൻ കേസ് ഓഫ് ഇൻസുലേറ്റേഴ്സിന്റെ കേസിൽ നമ്മൾ പറയുന്നത് ഇൻസുലേറ്റേഴ്സിന്റെ കേസിലാണ്. ഇൻസുലേറ്റേഴ്സ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യോ? ഇല്ല. അതുകൊണ്ട് തന്നെ വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺ കണ്ടക്ഷൻ ബാൻഡിലേക്ക് എത്തണമെങ്കിൽ ഒരുപാട് ദൂരം സഞ്ചരിക്കണം. അവർക്ക് ഇത്രയും ദൂരം സഞ്ചരിച്ച് പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവർ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാത്തത്. മനസ്സിലായില്ലേ? ഇനി അടുത്ത മൂന്നാമത്തെ കാറ്റഗറി ഓഫ് ആൾക്കാർ ഏതാ?
സെമി കണ്ടക്ടേഴ്സ് ആണ്. ഓക്കെ, ഇത് വാലൻസ് ബാൻഡ്, ഇത് കണ്ടക്ഷൻ ബാൻഡ്, ഇത് ഫോർബിഡൻ എനർജി ഗ്യാപ്പ് അല്ലെ. ഇതിന്റെ പ്രത്യേകത നോക്കൂ, നിങ്ങൾ ഇൻസുലേറ്റേഴ്സ് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺ കണ്ടക്ഷൻ ബാൻഡിലുള്ള ഇലക്ട്രോൺ തമ്മിലുള്ള വ്യത്യാസം, രണ്ട് സോൺ തമ്മിലുള്ള വ്യത്യാസം കമ്പയർഡ് ടു ഇൻസുലേറ്റേഴ്സ് കേസിൽ കുറവാണ്. ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ്? കുറവാണ് അല്ലേ. ഇങ്ങനെ കുറവായിട്ടുള്ള ഏതൊരു സാധനത്തിലേക്ക് എക്സ്ട്രാ ഒരു എനർജി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവട്ടോ. ഇതിലിപ്പോ ഇലക്ട്രോൺ ഉണ്ട് അല്ലെ, ഇവിടെ ഒന്ന് ആഞ്ഞ് വിചാരിച്ച അവിടെ എത്തും അല്ലെ. ആഞ്ഞ് വിചാരിക്കണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ ഒരു എനർജി സപ്ലൈ ചെയ്താൽ മതി. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഡോപ്പിംഗ് എന്ന് പറയാം. എക്സ്ട്രാ ഒരു എനർജി സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയുള്ള ഇലക്ട്രോണുകൾ ഇവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ആ ഒരു പ്രോസസ്സിനെ നമ്മൾ എന്ത് പറയും? ഡോപ്പിംഗ് എന്ന് പറയും. സെമി കണ്ടക്ടേഴ്സിന്റെ കേസിലാണ് ഡോപ്പിംഗ് നടത്താം. ഫിസിക്സിൽ പഠിക്കാറുണ്ടായിരുന്നില്ലേ? +2 പഠിക്കാണ്ട് ഫിസിക്സിൽ. അപ്പൊ ഈ 3 ഡയഗ്രാംസും വൃത്തിയായിട്ട് പഠിച്ചിരിക്കണം. സെമി കണ്ടക്ടേഴ്സിന്റെ നിങ്ങളടുത്ത് കണ്ടക്ടേഴ്സിന്റെ ഉദാഹരണം ചോദിച്ചാൽ നിങ്ങൾ മെറ്റൽസ് എഴുതും. ഇൻസുലേറ്റേഴ്സിന്റെ എക്സാമ്പിൾ ചോദിച്ചാൽ നിങ്ങൾ എഴുതും നോൺ മെറ്റൽസ് അല്ലെങ്കിൽ റബ്ബർ, പ്ലാസ്റ്റിക് എന്നൊക്കെ എഴുതും. സെമി കണ്ടക്ടേഴ്സിന്റെ എക്സാമ്പിൾ ചോദിച്ചാലോ ഞാൻ എന്റെ എക്സാമ്പിൾ എഴുതിവിടെ അങ്ങനെ പെട്ടിട്ടുണ്ട്. ഞാൻ ഇൻസുലേറ്റേഴ്സിന്റെ ഇതൊക്കെ പോയി സെമി കണ്ടക്ടേഴ്സിന്റെ എക്സാമ്പിൾ നോക്കേണ്ട ആ ഒരു ഇത് എനിക്ക് അത്രയ്ക്ക് ഞാൻ വിചാരിച്ചില്ല. അവിടെ പോയിട്ട് സെമി കണ്ടക്ടേഴ്സിന്റെ എക്സാമ്പിൾ ഞാൻ ഡെയിലി ലൈഫായിട്ട് ഇരുന്ന് ആലോചിക്കേണ്ട, പക്ഷേ എനിക്ക് കിട്ടുന്നതേ ഉണ്ടായിരുന്നില്ല. എന്തായിരുന്നു എക്സാമ്പിൾ? സിലിക്കൺ ആൻഡ് ജെർമേനിയം. സിലിക്കണും ജെർമേനിയവും ആണ് സെമി കണ്ടക്ടേഴ്സിന്റെ എക്സാമ്പിൾ. ഞാൻ പബ്ലിക് എക്സാമും പഠിച്ചു പോയിട്ടോ, മറ്റേ ഏതോ ഒരു ഓണം എക്സാമോ ക്രിസ്മസ് എക്സാമോ അപ്പോഴെപ്പോഴും. ഓക്കെ, ഇപ്പൊ ഡോപ്പിംഗ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇതാണ് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്ന് പറയുന്നത്. നമ്മുടെ കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്, സെമി കണ്ടക്ടേഴ്സ്, ഇതിൽ വരുന്നതാണ് ബാൻഡ് തിയറി. മനസ്സിലായില്ലേ? ഇനി അടുത്തത് ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ആയിരുന്നു. അവസാനമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ്. മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണുള്ളത്? പാരാമാഗ്നറ്റിസം. വരച്ചു വെക്കാനുള്ളവരൊക്കെ ആണെങ്കിൽ വരച്ചു വെക്കാം, പക്ഷെ എന്റെ നോക്കി വരയ്ക്കുന്നതിനേക്കാൾ ടെക്സ്റ്റ് നോക്കി വരയ്ക്കുന്നതാണ് ബുദ്ധി. ഞാൻ നിങ്ങളെ മുന്നിൽ വരച്ചുകൊണ്ട് വൃത്തിയായിട്ട് എനിക്ക് കിട്ടിയൊന്നുമില്ല. ഓക്കെ, മാഗ്നറ്റിക് പ്രോപ്പർട്ടീസിന്റെ കേസ് ആയിരുന്നു. മാഗ്നറ്റിക് പ്രോപ്പർട്ടീസിന്റെ കേസ് ആണെങ്കിൽ നമുക്ക് ഏതൊക്കെയാണുള്ളത്? പാരാമാഗ്നറ്റിസം, ഡയാമാഗ്നറ്റിസം, ഫെറോമാഗ്നറ്റിസം, ഫെറിമാഗ്നറ്റിസം ഒക്കെ പഠിക്കാറുണ്ട് അല്ലെ. അപ്പൊ ആദ്യത്തെ എടുക്കാണ് പാരാമാഗ്നറ്റിസം. Paramagnetic substances are weakly attracted by a magnetic field. Magnetic field weak ആയിട്ട് attract ചെയ്യും. Magnetic fieldനോട് weak ആയിട്ട് attract ചെയ്യുന്ന സബ്സ്റ്റൻസുകളെ നമ്മൾ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് പറയും. എക്സാമ്പിൾ ഏതൊക്കെയാ? O2, NO, that is nitrogen monoxide, NO, അങ്ങനെയൊക്കെ കുറച്ച് എക്സാമ്പിൾസ് പഠിച്ചിരിക്കാം. അടുത്തത് നമ്മുടെ പാരാമാഗ്നറ്റിസം കഴിഞ്ഞ അടുത്തത് ഏതാ? ഡയാമാഗ്നറ്റിസം ആണ്. ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആർ വീക്ക്ലി റിപ്പൽഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ്. അവിടെ എന്തായിരുന്നു? വീക്ക്ലി അട്രാക്റ്റഡ് ആയിരുന്നു. ഇവിടെ എന്താണ്? വീക്ക്ലി റിപ്പൽഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ഓക്കെ, എക്സാമ്പിൾ ഏതാ? H2O, N2 ഒക്കെ എക്സാമ്പിൾ ആണ്. അടുത്തത് ഫെറോമാഗ്നറ്റിസം. ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് സ്ട്രോങ്ലി അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ്. ആദ്യം വീക്ക്ലി അട്രാക്റ്റഡ്, പിന്നെ വീക്ക്ലി റിപ്പൽഡ് ആയിരുന്നു. ഇവിടെ സ്ട്രോങ് അട്രാക്ഷൻ ടുവേർഡ്സ് മാഗ്നറ്റിക് ഫീൽഡ് ആണ് ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസിന് എക്സാമ്പിൾ. ഡെഫിനിഷൻ എക്സാമ്പിൾ ഏതൊക്കെയാ? അയൺ വരും, കൊബാൾട്ട് വരും, നിക്കൽ വരും. ഇനി നിങ്ങൾക്ക് ഇതിന് അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസിന്റെ കേസിൽ ഈ ഡയഗ്രാം ഒന്ന് അറിഞ്ഞിരിക്കാം. അതായത് യൂണി ഡയറക്ഷൻ ആണ്. ആരോസ് ഒക്കെ അപ്പോഴായിട്ട് ഒറ്റ ഡയറക്ഷനിലേക്ക് മാത്രമേ വരുന്നുള്ളൂ. മനസ്സിലായോ? ഓക്കെ, അത് നമ്മൾ അവസാനത്തെ കാറ്റഗറി ഓഫ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് പറയട്ടെ. ഫെറിമാഗ്നറ്റിസം. ഫെറിമാഗ്നറ്റിസിന്റെ കേസിൽ വീക്ക്ലി അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ് ആയിരുന്നു. അവിടെ എന്തായിരുന്നു? തൊട്ടുമുമ്പ് നമ്മൾ ഫെറോമാഗ്നറ്റിസിന്റെ കേസ് എന്തായിരുന്നു? സ്ട്രോങ്ലി അട്രാക്റ്റഡ് ആയിരുന്നു. നമ്മുടെ ഫെറിമാഗ്നറ്റിസിന്റെ കേസ് ആണെങ്കിൽ വീക്ക്ലി അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. നമ്മൾ ഫെറോമാഗ്നറ്റിസിന്റെ കേസിൽ ഇത് പഠിച്ചില്ലേ? ഫെറിമാഗ്നറ്റിന്റെ കേസിൽ എന്തായിരിക്കും? ഓപ്പോസിറ്റ് ആയിരിക്കും. ഒരെണ്ണം മേലെ ഒരെണ്ണം താഴെ ലെവലായിരിക്കും. ഓക്കെ, ഇത് രണ്ടും മൂന്ന് വൃത്തിയായിട്ട് നോക്കി നോക്കി. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ 4 വിത്ത് എക്സാമ്പിൾ എല്ലാത്തിനും പറഞ്ഞു തന്നില്ലേ? സോ എക്സാമ്പിൾസ് വെച്ച് പഠിക്കാം. ഈ സംഭവം വെച്ചിട്ട് ഏതിന്റെയാണെന്ന് വെച്ചിട്ട് എക്സാമിന് ചോദിക്കാറുണ്ട്. സോ അതുകൂടെ നോക്കി വെക്കണം. മെജോറിറ്റി എല്ലാ ഇമ്പോർട്ടന്റ് ടോപ്പിക്സും ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ സ്റ്റുഡന്റ് നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സോളിഡ് സ്റ്റേറ്റിന്റെ 2 പാർട്ട് വീഡിയോസും എടുത്തു. ദാറ്റ് ഈസ് 2 പാർട്ട്. ഒരു പാർട്ട് അപ്ലോഡ് ആണ്, ഇത് സെക്കൻഡ് പാർട്ട് ആണ്. ഈ പാർട്ടോട് കൂടിയിട്ട് നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു. എല്ലാ ടോപ്പിക്സും ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് എല്ലാം ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. എക്സാം ഓറിയന്റഡ് ആയിട്ട് മാത്രം പഠിക്കുക. ചവർ പോലെ അതും ഇതൊന്നും എടുത്ത് പഠിക്കണ്ട. നിങ്ങളെടുത്ത് പഠിച്ചോളൂ, ഞങ്ങൾ അത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരില്ല. സോ എഴുതിയിട്ട്, ബിക്കോസ് ഇത് കാണുന്നത്
ഫുൾ പഠിച്ച് ബുദ്ധിസ്റ്റ് കണ്ണാടിട്ടിട്ടിരിക്കുന്ന പിള്ളേരായിരിക്കണം എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. തലതെറിച്ച് നടക്കുന്ന ഒന്നും അറിയാതെ നടക്കുന്ന പിള്ളേരായിരിക്കണം, അതും അവർ മാത്രം എന്ന് പറയാൻ പറ്റില്ല. എല്ലാ കാറ്റഗറീസും ഈ വീഡിയോസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവരുടെ കാര്യവും നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യണം. പഠിപ്പിച്ചുകൊണ്ട് മാത്രം നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ മാത്രം ഡൗട്ട് വയ്ക്കും, നിങ്ങളുടെ കാര്യം മാത്രം പോയി കഴിഞ്ഞാൽ മറ്റുള്ള പിള്ളേരൊക്കെ ഞങ്ങളെ വിട്ടിട്ട് പോകും. ഓക്കെ, ഞങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റില്ല. സോ എല്ലാ കാറ്റഗറിയും സാറ്റിസ്ഫൈ ചെയ്തത് കൊണ്ടാണ് എക്സാം ഓറിയന്റഡ് ആയിട്ട് മാത്രം ക്ലാസ് എടുക്കുന്നത്. എക്സ്ട്രാ ടോപ്പിക്സ് നിങ്ങൾക്ക് വായിക്കാം, ഒരിക്കലും ഞങ്ങൾ ഇത് മാത്രം മതി എന്ന് നിങ്ങൾ പറയുന്നില്ല. സമയത്തിനനുസരിച്ച് എക്സ്ട്രാ വായിക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, സ്റ്റുഡന്റ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. പ്രീവിയസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇതിപ്പോ നമ്മളെല്ലാ ഇതുവരെ നമ്മൾ പ്ലസ് 1 കേസ് എടുക്കുകയാണെങ്കിലും +2 ഫിസിക്സ് അപ്ലോഡ് ചെയ്തതാണെങ്കിലും പ്രീവിയസിന് വേണ്ടി ഞങ്ങളൊരു സെക്ഷൻ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിന്റെ ഈ ഒരു പെർട്ടിക്കുലർ ചാപ്റ്ററിന് ഫുൾ തിയറീസ് മാത്രമേ ഉള്ളൂ. പ്രീവിയസ് വരാൻ സാധ്യതയുള്ള പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മുടെ ഡെൻസിറ്റി കണ്ടുപിടിക്കാനുള്ള ഫോർമുലേറ്റ് പ്രോബ്ലം ആണ്. പക്ഷെ അതിപ്പോ ജസ്റ്റ് ഒരു ഇക്വേഷൻ അല്ലേ ഇടുക, അത് വെച്ചിട്ട് ഒരു 30 മിനിറ്റ് ഞാൻ ഇവിടെ നിന്ന് സംസാരിച്ചാൽ നിങ്ങൾ എന്തായാലും എന്നെ കളിയാക്കുന്ന ഉറപ്പാണ്. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു പറഞ്ഞാൽ അരമണിക്കൂർ നിൽക്കേണ്ടി വരും. ഓക്കെ, അതുകൊണ്ട് ജസ്റ്റ് ആ ഒരു ടോപ്പിക് എടുക്കുക. ഡെൻസിറ്റിന്റെ പ്രോബ്ലംസ് പ്രീവിയസിൽ ഉണ്ടെങ്കിൽ ഒന്ന് നിങ്ങളൊന്ന് എടുത്ത് നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ഗ്രൂപ്പിൽ വരിക, ചോദിക്കുക. ഫർദർ പാർട്സ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കുക. സ്റ്റുഡന്റ് എന്തായാലും ഉണ്ടാവും. ഈ ഒരു പാർട്ട് കഴിഞ്ഞ് നമ്മുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.